ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഫ്ലിപ്കാർട്ടിലേതാണ്. ഒരു രസം അത്രയേ ഉള്ളൂ. ജാസ്മിൻ ഉൾട്ടയാണെന്ന് ഫേവറേറ്റ്. ഞാൻ മുന്നേ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലേ. ഇപ്പോൾ കണ്ണുമ്പോൾ തന്നെ വിളിക്കും. അപ്പം നിർത്തിയിട്ട് പോകേണ്ടി വരും. അതിലൊരെണ്ണം കൊടുക്കാൻ ഇത് അങ്ങും ഇങ്ങും പോകുമ്പോൾ കെട്ടിപ്പറണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്ട്രാ ഒന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. ഇന്നാളത്തെ ഇത് പകുതി ആയിരുന്നു കേട്ടോ. ഇതാണ് എല്ലാവരും ചോദിക്കലുണ്ട്. ജാസ്മിൻ്റെ മണം ഇല്ലേ, എവിടുന്നാണ് വാങ്ങിയെന്ന് ഞാൻ അടിച്ചിട്ട് പോയാൽ എല്ലാവരും പറയും നല്ല മുല്ലപ്പൂവിൻ്റെ മണം. പിന്നെ ഇത് എവിടുന്ന് വാങ്ങിയതാ ഏതാന്ന് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ജാസ്മിൻ അൾട്രാ പോറാന്ന് ഫോംലെസ്. അതിനേത് കമ്പനി അങ്ങനത്തെ അറിയില്ല. ആർക്കും വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഞാനല്ല വാങ്ങിയത്, ചേട്ടൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ചേട്ടനോട് ലിങ്ക് അയച്ചു തരാൻ പറയാം. അപ്പോൾ ഇതാണ് സംഭവം. ഒന്ന് അടിക്കാം. ഞാൻ മുന്നേ കാണിച്ചു തന്നെ ഇത്. പക്ഷേ നല്ല സമ്മാനം. ജാസ്മിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മറ്റേത് ഹാഫേ ആയില്ലോ, പക്ഷെ എക്സ്ട്രാ ഒന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നത്തെ സംഭവം എന്ന് വെച്ചാൽ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സുന്ദരിക്കുട്ടിയില്ലേ, നമ്മളെ മഹാലക്ഷ്മി, എൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിത്ര സൗന്ദര്യം പോരാന്ന് അവൾ പറയുന്നു. അതുകൊണ്ട് ഇതെന്നാണ് പ്ലം. നേരത്തെ ഞാൻ പാം എന്ന് വെച്ചാൽ പ്ലമ്മിൻ്റെ ഓട്ട് ക്രീമഡ് ബാരിയർ ലവ് ഫേസ് ക്രീം. സപ്പോർട്ട് സ്കിൻ ബാരിയർ, നോറിഷസ് ഡ്രൈ സ്കിൻ വിത്ത് വിറ്റാമിൻ ഇ ആൻഡ് എന്തെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വായിക്കാനും കിട്ടുന്നില്ല. എന്തെന്നാന്നല്ലേ, പഠിപ്പും വിവരവും ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ഇംഗ്ലീഷിലും വായിക്കാൻ കുറച്ച് കഷ്ടപ്പെടാന്നല്ലേ, പറയണ്ട. അതെ, പിന്നെ എന്താണെന്ന് പറയാം, ഇതാണ് നമുക്ക് കുറേ ആൾക്കാർക്ക്, എന്നെപ്പോലത്തെ ആൾക്കാർക്കെല്ലാം ഉപയോഗിക്കാൻ മടിയില്ല സാധനം. സൺസ്ക്രീൻ ഇതെല്ലാം കെമിക്കലാന്ന്, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഞാനങ്ങനെ മോളോട് പറയാം. ഞാൻ പറഞ്ഞു മമ്മി അത് പിന്നെ അതെല്ലാം പണ്ടാന്ന്. ഇപ്പം നമ്മൾ പറയുന്നില്ലേ എന്നാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്നെല്ലാം പോകുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. പിന്നെ ഒരു വാതകത്തിൻ്റെ പേരാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. അത് നമ്മളെ ഓസോൺ പാളിയിൽ പിന്നെ ദ്വാരം വരുത്തുന്നുണ്ട്, തുളകൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്കൂടെ മോശം സൂര്യകിരണങ്ങളെ, അൾട്രാവയലറ്റ് അതല്ലേ മോശം, അൾട്രാവയലറ്റ് കിരണങ്ങൾ നമ്മളെ മേലെ ഡയറക്റ്റ് പതിക്കുമ്പോഴാണ് സ്കിന്ന് മോശമാണെന്നല്ലേ പറയുന്നത്. ചുളികൾ വീഴുന്നതും ഒരു കാരണമാണെന്ന് പറയുന്നത്. പിന്നെ മറ്റേ ഇതില്ലേ എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും വരുന്ന കറുപ്പ് താക, അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഓരോരാളെല്ലാം ഭയങ്കര സുന്ദരിയായിട്ട് കാണുന്നില്ലേ. പക്ഷേ സൺസ്ക്രീൻ ഞാൻ ഇപ്പോൾ മോള് നിർബന്ധിച്ച് പിന്നെ ഉപയോഗിച്ച് തുടങ്ങിയത് കേട്ടോ. എല്ലാ പെൺകുട്ടികളും അവരവരെ അമ്മമാർക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ക്രീമെല്ലാം വാങ്ങിക്കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്നെല്ലാം കുറേ നിർബന്ധിച്ചാൽ ഞാനിതെല്ലാം വാങ്ങൂല. ഞാൻ ആകെ കൂടി കുളിച്ചിട്ടൊരു പണ്ടെല്ലാം വെറും പൗഡറല്ലേ, പിന്നെ മോയ്സ്ചറൈസറും ഇതെല്ലാം പുരട്ടും. അപ്പോൾ ഇത് സൺസ്ക്രീൻ പുരട്ടിയിട്ടാണ് സാധാരണ പുറത്ത് പോവുക. പിന്നെ കോമ്പാക്റ്റ് ഓർഡർ തീർന്നിട്ട് അത് വന്നിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ലിപ് ബാം, ഇവിടെ തണുപ്പിൻ്റെ തുടക്കാന്നിപ്പം. അപ്പോൾ ലിപ് ബാം അവൾ വെച്ച് ചെറിയ കളറിലെ ടൈപ്പ് വേണമെന്ന്, അങ്ങനെ ഒരു ലിപ് ബാമും കൂടി വാങ്ങിയിട്ടുണ്ട്. കണ്ണം വന്നു, കണ്ണാ വരുന്നു വാതിൽ ഓർന്ന് കൊടുക്കട്ടെ. കണ്ണിനെ വാതിൽ ഓർന്ന് നോക്കാൻ പോയതാ. വീഡിയോ എടുക്കുമെന്നേ, കുഴപ്പമില്ല. സാധനങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ലിപ് ബാം കയറി വന്നോ, കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ കിൽപ്പിത്തിരി, മറ്റേ സെറാമൈഡ് ലിപ് ബാം പോലും, വിഷ് കെയർ. ഇതാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ട്രൈ ഒന്നും തുടങ്ങിയില്ല, തണുപ്പ് തുടങ്ങിയില്ലല്ലോ. തണുപ്പ് തുടങ്ങുമ്പോൾ വല്ലാണ്ട് വരണ്ട് വിണ്ടീറും ചിലപ്പോൾ. നമ്മൾ പണ്ടത്തെ ബബിൾ കത്തിൻ്റെ മണം. നമുക്കിവിടെ തണുപ്പ് തുടങ്ങിയാൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇവിടെ മാർച്ച് വരെ ഉണ്ട് കേട്ടോ. ഉത്തരാണ്ടിൽ കുറച്ച് അങ്ങോട്ടെല്ലാകുമ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി നല്ല തണുപ്പായിരിക്കും.
അപ്പോൾ അതിന് വേണ്ടുന്ന ബ്യൂട്ടി പ്രൊഡക്ട്സിൽ ഇപ്പോഴേ വാങ്ങണം. അത് ക്രീം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ എന്ന് ഉദ്ദേശിക്കാം. സൺസ്ക്രീൻ പറ്റിയിട്ട് മോയ്സ്ചറൈസർ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേറെ ഒന്നുണ്ട്. തണുപ്പിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം. കണപ്പം നിൻ്റെ വാട്ടർ ബാഗ് ഒന്ന് ഒളിക്കട്ടെ. കത്തിരിക്കൊന്നും കാണുന്നില്ല. പ്ലേറ്റ് അല്ല, കത്തി അടുത്തേക്ക്. അടുത്തത് വാട്ടർ ബാഗ്. ഈ വാട്ടർ ബാഗിനെ കൊണ്ട് നമുക്ക് തണുപ്പത്ത് നല്ല തണുപ്പ് തന്നെ, നല്ല തണുപ്പല്ലേ. അപ്പോൾ തണുപ്പത്ത് ഇങ്ങനെയെല്ലാം പിടിച്ചിരുന്നിട്ട് കണ്ണനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കൈ ചൂടാക്കുക. കിടക്കുമ്പോൾ നമ്മൾ ഒപ്പരം ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ നല്ല ചൂട് വാട്ടർ ബാഗ് ചൂടാക്കിയാൽ നല്ല സുഖം. വാട്ടർ ബാഗ് ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ കുത്തിയിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാലും സംഭവം ഇപ്പോൾ വിൻ്റർ ഷോപ്പിംഗ് എന്ന് പറയാം. നല്ല വിൻ്ററിന് വേണ്ടി ഷോപ്പ് ചെയ്ത സാധനങ്ങളാണ്. ഇനി ഒന്ന് വരാൻ്റെ കോമ്പാക്റ്റ് പൗഡർ. എൻ്റെ പൗഡർ തീർന്നു കേട്ടോ. പൊടി പോലെ തന്നെ ഉണ്ടായിനി, മറ്റേതാവും നല്ലത്. അപ്പോൾ അതും കൂടി വന്നാൽ വിൻ്റർ ഷോപ്പിംഗ് തൽക്കാലം തീർന്നു. പക്ഷേ സെറ്ററും ഗിറ്ററും ഇതെല്ലാം ഒരു കോട്ട് വാങ്ങാനുണ്ട്. പിന്നെ ഒരു നല്ല ഹാഫ് സെറ്റർ എന്തെല്ലാം വാങ്ങാനുണ്ട്. കുറച്ച് സാധനങ്ങൾ തണുപ്പിനിടുന്നത് അതെല്ലാം വാങ്ങണം. അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. അതിൻ്റെ കൂടെ വന്നതാണിത്. 8+ hours ലോങ് ലാസ്റ്റിംഗ് സൺ പ്രൊട്ടക്ഷനും പിന്നെ ഇതും ജസ്റ്റ് ഹെർബ്സ് ഓയിൽ കൺട്രോൾ റേഡിയൻസ് ബൂസ്റ്റ് കോമ്പാക്റ്റ് പൗഡർ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ കൂടെ വന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ കൂടെ വരാനുണ്ടെന്ന്. വരാനുള്ള സംഭവം ഇതും കൂടിയാണ്. ഇങ്ങനെയാണ് പുറത്തെടുക്കുമ്പോൾ ഇതേപോലെയാണ്. ഇതുപോലത്തെ ഒരു ട്യൂബും പിന്നെ ഇതും. ഇങ്ങനെ പൗഡറാണ് ഇത്. അതാണ് പൊട്ടിപ്പൊളിഞ്ഞ പോലെ കാണുന്നത്. മറ്റേ ഉറപ്പില്ല സാധനമല്ല. നമ്മൾ സാധാരണ ഫേസ് പൗഡറില്ലേ, അതുപോലെ നമ്മൾ മുഖം കഴുകി സൺസ്ക്രീൻ ഇട്ട് സാധാരണ പൗഡർ ഇടുമ്പോൾ ഇതിട്ടിട്ട് പുറത്ത് പോകുമ്പോൾ നമ്മളൊരു പൗഡർ ഇട്ട് മുഖം പോലെ ഉണ്ടാവും. അത് തന്നെ, വേറെ ഒന്നുമില്ല.